ശിവന്റെ കയ്യിൽ ഉള്ള ആ ചെറുദമ്രു അത് തന്നെയാണ് സർവസൃഷ്ടിയുടെ രഹസ്യം സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, നിങ്ങൾ ശരിയാണ് കേട്ടത്. പുരാതന ഭാരതീയ ജ്ഞാനത്തിൽ ദമ്രു ഒരു സംഗീതോപകരണം മാത്രമല്ല, അത് സൃഷ്ടിയുടെ കോസ്മിക് സ്പന്ദനമാണ്. ശിവന്റെ ഓരോ ദമ്രുനാദവും ശക്തിയുള്ള ശബ്ദരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. അവയാണ് ഊർജം, ദ്രവ്യം, കാലം എന്നിവയെ ജനിപ്പിച്ചതെന്ന് പറയുന്നു. ഭഗവാൻ ശിവൻ താണ്ഡവം ചെയ്യുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നൃത്തം തന്നെ ബ്രഹ്മാണ്ഡത്തിന്റെ താളമാകുന്നു. ആകാശഗംഗകൾ ഭ്രമിക്കുന്നു, നക്ഷത്രങ്ങൾ പിറക്കുന്നു, ജീവൻ അവന്റെ ദിവ്യനാദത്തെ അനുഗമിച്ച് സ്പന്ദിക്കുന്നു. ദമ്രുവിന്റെ താളം കലഹമല്ല, അത് സൃഷ്ടിയെ നിലനിർത്തുന്ന ഗണിതാത്മക സൗഹൃദമാണ്. പക്ഷേ അതിലേറെ വിചിത്രം എന്തെന്നാൽ ആധുനിക ഭൗതികശാസ്ത്രവും ബ്രഹ്മാണ്ഡത്തെ അതേ രീതിയിൽ തന്നെയാണ് വിവരണം ചെയ്യുന്നത്. ക്വാണ്ടം തരംഗഗണം ദ്വൈതത്തെ പഠിക്കുന്ന ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് എന്തെന്നാൽ ഏറ്റവും ചെറുതായ തലത്തിൽ എല്ലാം ആറ്റമുകളോ പ്രകാശമോ നേരിട്ട് സഞ്ചരിക്കില്ല, അവ സ്പന്ദിക്കുന്നു. ഈ സ്പന്ദനങ്ങളാണ് ദ്രവ്യവും ഊർജവും കാലത്തിന്റെ ഒഴുക്കും സൃഷ്ടിക്കുന്നത്. ദമ്രുവിന്റെ പരസ്പരം മാറുന്ന താളങ്ങളെപ്പോലെ വിപുലീകരിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന കോസ്മിക് റിതം. അങ്ങനെ നോക്കുമ്പോൾ പുരാതന ഷിമാർ സൃഷ്ടിയുടെ രഹസ്യം തന്നെ മനസ്സിലാക്കി സൂക്ഷിച്ചിരുന്നുവെന്ന് തോന്നുന്നു. ശബ്ദവും സ്പന്ദനവും തന്നെ സകലത്തിന്റെ അടിസ്ഥാനം എന്ന സത്യം. അതുകൊണ്ട് ശിവന്റെ ദമ്രു നാശത്തിന്റെ ചിഹ്നം മാത്രമല്ല, അത് സൃഷ്ടിയുടെ ഹൃദയതാളമാണ്, നിശ്ചലതയെ ബ്രഹ്മാണ്ഡമാക്കി മാറ്റുന്ന ശബ്ദം.